ഹായ്, വെൽക്കം ടു തലവറ. ഇന്നൊരു ഷെയ്ക്ക് ചെയ്യാം, ബീട്രൂട്ട് ഷെയ്ക്ക്. അത് ചെയ്യാൻ വേണ്ടുന്നത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ, പാല് ആവശ്യത്തിന്, അത് ചേർക്കുമ്പോൾ ഞാൻ പറയത്തിലാണ് അളവ്. പഞ്ചസാര അതും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്താൽ മതി. മധുരം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച്. അണ്ടിപ്പരിപ്പ് അതൊരു 8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 8 10 നിങ്ങൾക്ക് എടുക്കാം. പിന്നെ 2 ഏലയ്ക്ക, അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരി മാത്രം എടുക്കും. ഈ ബീട്രൂട്ടും അണ്ടിപ്പരിപ്പും ഒരു നുള്ളു ഉപ്പും ഏലക്കായും വെള്ളം ചേർത്ത് കുക്കറിലൊന്ന് വേവിക്കണം. വേവിച്ചെടുത്തുകൊണ്ട് വന്നു. ബീട്രൂട്ടും നട്ട്സ്, ഏലക്കാൻ്റെ തോട് കളഞ്ഞിട്ട് അരി മാത്രം, ഒരു നുള്ളുപ്പ്, 3/4 ഗ്ലാസ് വെള്ളം, ഇത്രയും കൂടെ ഒരു കുക്കറിൽ വേവിച്ചെടുത്താണ്. വിസിൽ ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ, അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു വിസിലും കൂടെ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അത് വേവിച്ചെടുത്തപ്പോൾ ഏലക്കയുടെയൊക്കെ നല്ല മണമുണ്ട്. അരച്ചിട്ട് കൊണ്ടുപോകും കരിയൊന്നുമില്ലാതെ അരച്ചെടുത്തിരിക്കും. അല്പം പോലും പൊടിയില്ല, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. ബീട്രൂട്ടിന് മധുരമല്ലേ, പാല് 1 കപ്പ് പാല്. മിക്സി അടച്ച് ഒന്നുകൂടെ അടിച്ചെടുക്കാം. നമ്മളിതിനകത്ത് ഒഴിച്ചത് നല്ല തണുത്ത പാലായിരുന്നു. നമുക്ക് ബീട്രൂട്ടിൻ്റെ ഒരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ബീട്രൂട്ട് ഷേക്ക് അങ്ങനെ നല്ല ടേസ്റ്റോടുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചെടുത്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടു കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.